ഇതുവരെയും കടൽ മാർഗം മാത്രം എത്തിച്ചിരുന്ന കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് കരവഴി എത്തുന്ന ചരക്കുകളും കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ചരക്ക് നീക്കത്തിൽ നിർണായക മാറ്റത്തിന് തുടക്കമാവുകയാണ്. ഇതുവരെയും കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് മാത്രമായി നടന്നിരുന്ന കണ്ടെയ്നർ നീക്കത്തിനു പുറമെ ഇനി കരമാർഗം നേരിട്ട് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തെത്തിച്ച് കപ്പലിൽ കയറ്റി അയക്കാനാകും. ഈ മാസം 18-ന് കരമാർഗമുള്ള ആദ്യ കണ്ടെയ്നർ കയറ്റുമതി ആരംഭിക്കുന്നതോടെ വിഴിഞ്ഞം രാജ്യാന്തര ചരക്ക് കവാടം എന്ന നിലയിൽ പുതിയ ഘട്ടത്തിലേക്ക് കടക്കും. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ആദ്യ കരമാർഗ കയറ്റുമതിയുടെ ബുക്കിംഗ് അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്കാണെന്നാണ് വിവരം. തൂത്തുക്കുടി ആസ്ഥാനമായ സ്ഥാപനമാണ് ഇതിനായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കസ്റ്റംസിന്റെയും ബന്ധപ്പെട്ട കപ്പൽ കമ്പനിയുടെയും അന്തിമ അനുമതികൾ ലഭിക്കുന്നതോടെ ചരക്ക് റോഡ് മാർഗം വിഴിഞ്ഞത്തെത്തിച്ച് കപ്പലിൽ കയറ്റി ഹൂസ്റ്റണിലേക്ക് അയക്കും. ഓഗസ്റ്റ് 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് വിവരം. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റത്തിനാകും തുടക്കമാവുക. ഇതിനകം തന്നെ വിവിധ കമ്പനികൾ വിഴിഞ്ഞം വഴി ചരക്ക് കയറ്റുമതി നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി തുടങ്ങിയിട്ടുണ്ട്. തിരുപ്പൂർ ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലകളിൽ നിന്നുള്ള സ്ഥാപനങ്ങളും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ കമ്പനികൾ തുറമുഖം ഉപയോഗിക്കാനെത്തുന്നതോടെ കേരളത്തിന്റെ ചരക്ക് ഗതാഗത മേഖലയിലും ഇതിന്റെ നേട്ടം പ്രതിഫലിക്കും. വിഴിഞ്ഞത്ത് ഇതുവരെ പ്രധാനമായും ട്രാൻസ്ഷിപ്മെന്റ് രീതിയിലാണ് ചരക്ക് നീക്കം നടന്നിരുന്നത്. അതായത് വലിയ മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി തുറമുഖങ്ങളിൽ എത്തിച്ച ശേഷമാണ് റോഡ് മാർഗം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത്. കയറ്റുമതിക്കായുള്ള കണ്ടെയ്നറുകളുടെ കാര്യത്തിലും സമാനമായ രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. എന്നാൽ പുതിയ സംവിധാനം നിലവിൽ കരമാർഗം നേരിട്ട് വിഴിഞ്ഞത്തെത്തിക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് കപ്പലിൽ കയറ്റി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനാകും. മറ്റു തുറമുഖങ്ങളെ ഇടനിലയാക്കേണ്ട സാഹചര്യം കുറയുന്നതോടെ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയവും ചെലവും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ചരക്ക് നീക്കത്തിലെ പ്രധാന തടസ്സങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ട്രയൽ റണ്ണും നടത്തിയിരുന്നു. ചരക്ക് നീക്കത്തിനാവശ്യമായ കസ്റ്റംസ് അനുമതിയും കഴിഞ്ഞ ദിവസം ലഭിച്ചതായാണ് വിവരം. ഇതോടെ തൂത്തുക്കുടി, തിരുപ്പൂർ തുടങ്ങിയ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചരക്കുകൾ റോഡ് മാർഗം വിഴിഞ്ഞത്തെത്തിച്ച് നേരിട്ട് കപ്പലിൽ കയറ്റി വിദേശത്തേക്ക് അയക്കാനുള്ള സാധ്യതയാണ് തുറക്കുന്നത്. നിലവിൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക ഫ്ലൈറ്റ് സ്റ്റേഷൻ വിഴിഞ്ഞത്ത് നിലവിലില്ല. അതിനാൽ ആദ്യഘട്ടത്തിൽ തുറമുഖ യാർഡ് തന്നെ ഇതിനായി താൽക്കാലികമായി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. വിഴിഞ്ഞത്ത് കരമാർഗമുള്ള കണ്ടെയ്നർ നീക്കം ആരംഭിക്കുന്നത് കേരളത്തിലെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ നേട്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് വസ്ത്രനിർമ്മാണം, വ്യവസായ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങൾക്ക് വിദേശ വിപണികളിലേക്ക് ചരക്കുകൾ വേഗത്തിലെത്തിക്കാൻ പുതിയ സംവിധാനം സഹായകമാകും. കേരളത്തിനകത്ത് മാത്രമല്ല, തമിഴ്നാട്ടിലെ പ്രധാന വ്യവസായ മേഖലകളിൽ നിന്നും വിഴിഞ്ഞം വഴി ചരക്കുകൾ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിക്കും. തിരുപ്പൂർ പോലുള്ള പ്രധാന കയറ്റുമതി കേന്ദ്രങ്ങളിൽ നിന്നുള്ള കമ്പനികൾ വിഴിഞ്ഞത്തെക്കുറിച്ച് വിവരങ്ങൾ തേടുന്നത് ഇതിന്റെ സൂചനയായാണ് വിലയിരുത്തുന്നത്. ഒരു തുറമുഖത്തിന്റെ യഥാർത്ഥ വളർച്ച അതിലൂടെ എത്രത്തോളം ചരക്ക് കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരമാർഗം കണ്ടെയ്നർ നീക്കം ആരംഭിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ വികസനത്തിൽ നിർണായക ഘട്ടം തന്നെയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.